അമരാവതി ശ്രീ നൂലാംപാറ ക്ഷേത്രം. ഇത് അമരാവതി ശ്രീ നൂലാംപാറ ക്ഷേത്രമാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ബലിതർപ്പണത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബലിതർപ്പണമൊക്കെ നടക്കുന്ന ഇതാണ്. ഇവിടെയാണ് ബലിതർപ്പണമൊക്കെ. ഞാൻ അല്പം താമസിച്ച് പോയതുകൊണ്ട് ഇവിടുത്തെ ഏകദേശം തീർന്നു. ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടേക്കുള്ള പാതയാണ്. ഇതിലൂടെ ഇറങ്ങി വന്നാണ് ഇവരിത് ചെയ്യുന്നത്. നമ്മുടെ ഏകദേശം ശബരിമലയിലെ പടികൾ പോലെ തന്നെ ബലിതർപ്പണമൊക്കെ നടക്കുന്ന ഇതാണ്. ഇവിടെയാണ് ബലിതർപ്പണമൊക്കെ. ഞാൻ അല്പം താമസിച്ച് പോയതുകൊണ്ട് ഇവിടുത്തെ ഏകദേശം തീർന്നു. ബലിതർപ്പണമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് ഇത് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടെ എല്ലാ വർഷവും ഈ പ്രദേശത്ത് ബലിതർപ്പണമൊക്കെ നടക്കുന്ന ഏക ക്ഷേത്രമാണിത്. എനിക്ക് മൊബൈലോ ക്യാമറയൊന്നും ഷൂട്ട് ചെയ്യാനൊക്കെയല്ല. അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നാണിവിടെ ബലിതർപ്പണം നടക്കുന്നത്. അതിന് മുമ്പേ ചിന്ന ബോർഡാണ്. ഇത്രയാണ് ഇതേക്കുറിച്ച് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം ഈ ചാനൽ. പാടിൽ പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പഴയ ആചാരങ്ങളും അതിൻ്റെ ശില്പകലയും എല്ലാം അതിൻ്റെ വിശ്വാസങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഇത് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. എനിക്കത് വ്യക്തമായി അറിയാവുന്നതാണ്. ഇതിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ നിന്ന് നടക്കുന്നത് തർപ്പണമാണ്. ഇതിൻ്റെ ഒരു അന്തരീക്ഷം കണ്ടോ. ഇത് ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നൂലാംപാറ. ഇതിൻ്റെ ശില്പഭംഗി കണ്ടോ. പഴയതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ആല് കണ്ടോ. പിടിച്ചു നിർത്തുന്നത് ഈ വിശ്വാസങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള എത്ര വൈരാഗ്യവും എത്ര പിണക്കങ്ങളുമൊക്കെ എല്ലാവരോടും മാറി ക്ഷമിക്കാൻ തോന്നുന്നൊരവസ്ഥ ഈ ഒരു അത്ഭുതകരമായ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അംഗീകരിക്കാതിരിക്കാനൊക്കില്ല. ഭാരത സംസ്കാരം ഇതാണ്. അത് രസകരമായൊരു വസ്തുത. നമ്മളുടെ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഈ വിശ്വാസങ്ങളിലൊക്കെ ഊന്നിയുള്ള സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഇതാണ്. ഇത് ക്ഷേത്രം മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ദേവാലയങ്ങളിലും ഈ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. ബലിതർപ്പണമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഞാൻ കുറച്ച് താമസിച്ച് പോയതുകൊണ്ട് ഇത് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവിടെ എല്ലാ വർഷവും ഈ പ്രദേശത്ത് ബലിതർപ്പണമൊക്കെ നടക്കുന്ന ഏക ക്ഷേത്രമാണിത്. ഒരു മോനെ ബലിതർപ്പണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. എനിക്കിതിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് ഏകദേശ രൂപമേ ഉള്ളൂ. അപ്പം ഞാൻ തിരുമേനിയോടെ എല്ലാം ചോദിച്ചതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ എടുത്തു തരാം. ഇപ്പോൾ ഇത് പ്രാർത്ഥനയിൽ മുഴുകാണെന്ന് തോന്നുന്നു. ഇവിടെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 75 വർഷമായി ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഈ ചടങ്ങ് നടക്കുന്നതാണ്. ഇവിടെ പരിസരങ്ങളിലൊന്നും ഈ ആചാരം നടക്കുന്ന ഒരു ക്ഷേത്രം വേറെ ഇല്ല. ഇവിടുത്തെ ഇക്കാലത്ത് ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് വിരുദ്ധമായി ഋതുക്കളെ ഇത്രമാത്രം സ്നേഹിക്കുകയും ഉള്ളിൽ വർഷങ്ങളോളം
എത്രയോ വർഷങ്ങളായി ഇവരൊക്കെ പിതാക്കന്മാർക്ക് വേണ്ടി ഈ തർപ്പണം ചെയ്യാനായിട്ട് വരുന്നത് ഒരു ദൈവികത്വവും ഭാരതത്തിൻ്റെ ഒരു സംസ്കാരവുമാണ്. അതിനോട് എനിക്ക് കണ്ണു നിറയുന്നൊരു കാഴ്ചയാണുള്ളത്. എനിക്ക് അവർ എപ്പോഴും ആ പിതൃക്കന്മാരുടെ ഓർമ്മകളിൽ മുഴുകുന്നത് വലിയൊരു മനസ്സ് നിറയ്ക്കുന്നൊരു, അവരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അടുത്ത ഇങ്ങനെ അവരുടെ ആ പ്രാർത്ഥനകളിലെല്ലാം അവരുടെ പിതൃക്കന്മാരോടുള്ള ആ സ്നേഹവും ആ ഉള്ളിലെ നിറഞ്ഞ ഓർമ്മകളും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പ്രശ്നങ്ങളെയൊക്കെ എതിർക്കുന്ന ചിലരുണ്ട്, യുക്തിവാദികളൊക്കെ. പക്ഷേ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ നടയിലൊക്കെ വന്ന് നിൽക്കുമ്പം അതേത് ഒരു ആരാധനയിലായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം ഒരു വലിയൊരു ഘടകം തന്നെയാണ് കേട്ടോ. നമുക്ക് പറയാതിരിക്കാനാവില്ല. ഇതാ കൊടിമരമൊക്കെ പിടിച്ചു നിർത്തുന്നത് ഈ വിശ്വാസങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള എത്ര വൈരാഗ്യവും എത്ര പിണക്കങ്ങളുമൊക്കെ എല്ലാവരോടും മാറി ക്ഷമിക്കാൻ തോന്നുന്നൊരവസ്ഥ ഈ ഒരു അത്ഭുതകരമായ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അംഗീകരിക്കാതിരിക്കാനൊക്കില്ല. ഭാരത സംസ്കാരം ഇതാണ്. അത് രസകരമായൊരു വസ്തുത, നമ്മളുടെ ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഈ വിശ്വാസങ്ങളിലൊക്കെ ഊന്നിയുള്ള സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഇതാണ്. ഇത് ക്ഷേത്രം മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ദേവാലയങ്ങളിലും ഈ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. പാടിൽ പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പഴയ ആചാരങ്ങളും അതിൻ്റെ ശില്പകലയും എല്ലാം അതിൻ്റെ വിശ്വാസങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും അംഗീകരിച്ച് ഇത് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. എനിക്കത് വ്യക്തമായി അറിയാവുന്നതാണ്. ഇതിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ നിന്ന് നടക്കുന്നത് തർപ്പണമാണ്. ഇതിൻ്റെ ഒരു അന്തരീക്ഷം കണ്ടോ. ഇത് ശ്രീ മഹാദേവ ക്ഷേത്രമാണ്, നൂലാമ്പാറ. ഇതിൻ്റെ ശില്പഭംഗി കണ്ടോ. പഴയതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ആല് കണ്ടോ. മഴയായിരുന്നു, മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഒരു പരിപാടി. അതാ താമസിച്ചത്. ഇന്നലെ മഴയത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മൊബൈൽ കേടായി, നന്നാക്കി ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ആ തിരക്കുള്ള സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഏതായാലും ഇത്രയും ചെയ്യാൻ കഴിഞ്ഞ തന്നെ ഭാഗ്യം. ഏകദേശം തീരാതായി 12 മണിയോടെയായി ആയിരുന്നു. പിന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എത്രയോ വർഷങ്ങളായി തുടർച്ചയായി ഇത് തർപ്പണം ചെയ്യുന്നവരുണ്ട്. അതുതന്നെ ഇപ്പോൾ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് മൊബൈൽ വാങ്ങാനത്തെ റിപ്പയറിങ്ങിനെ കുറിച്ച് വാങ്ങാൻ പോയപ്പോൾ കാലം ഇതൊക്കെ 5000 വർഷമായിട്ട് തുടരുന്ന ആചാരങ്ങളാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തോടും ബഹുമാനം പുലർത്തിക്കൊണ്ട് ഈ എപ്പിസോഡ്, അതായത് നമ്മുടെ 102ാമത്തെ എപ്പിസോഡ് ആണത്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇതെടുത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കാത്തിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളോടും ആത്മാക്കളോടും എൻ്റെയും തർപ്പണം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ്